സോണിയാഗാന്ധിയുടെ അടുത്ത് എത്താൻ എങ്ങനെയാണ് ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി കഴിയുക? പിണറായി വിജയൻ്റെ അടുത്ത് എത്താൻ എങ്ങനെയാണ് കഴിയുക? പിണറായി വിജയൻ ഇറങ്ങി വന്ന് ആംബുലൻസ് ഉദ്ഘാടനം ചെയ്യുമോ? എന്തുകൊണ്ടാണ് തീവെപ്പ്, ഈ അമ്പലത്തിലെ തീവെപ്പ് ഇപ്പോഴും അജ്ഞാതമായിട്ട് നിൽക്കുന്നത്? ആര് തീവച്ചു എന്ന് പറയുന്നില്ല, നമ്മളോട് ആരോടും പറയുന്നില്ലല്ലോ. ആരൊക്കെയാണ് ആ എനർജിയുടെ പിന്നിലുള്ളതെന്നാണ് ഈ സ്വർണ്ണപ്പാളിയിൽ കണ്ടെത്തേണ്ടതെന്നുള്ളത്. അതുകൊണ്ട് ഇന്റർപോൾ വന്നേ ഈ കഥ തീരും. നായാട്ടിന് ഉണ്ടായിരുന്ന അവരുടെ പരിചാരകർ പോയി കത്തിച്ചതാണെന്നും ആ നായാട്ട് പോയ സംഘത്തിൽ ജോൺ വർഗീസ് എന്ന് പറഞ്ഞ TM വർഗീസിന്റെ മകൻ ഉണ്ടായിരുന്നു. അവിടെയാണ് കഥ മാറുന്നത്. അപ്പോൾ കത്തിക്കുന്നതിന് രണ്ട് കാരണങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ഈ മതപരിവർത്തനത്തിൻ്റെ കഥകളുമായി ബന്ധപ്പെടുത്തിയപ്പോൾ ആരൊക്കെയോ ഇവരെ കുത്തിത്തിരിപ്പിച്ച് ഇളക്കി വിട്ട് അതുകൂടെ കത്തിച്ചേക്കാൻ പറഞ്ഞു. കാരണം അവിടെ ക്രിസ്ത്യാനികൾ പോകുന്നു, ഹിന്ദുക്കൾ പോകുന്നു, മുസ്ലിങ്ങൾ പോകുന്നു, വാവര കഥ കേൾക്കുന്നു. ED വന്നതുകൊണ്ടും ഇതിലെ യഥാർത്ഥ കുറ്റവാളികൾ പിടിയിലാകുന്ന കരുതുന്നുണ്ട്. ശബരിമല ഇത് വിജയിക്കുകയാണെങ്കിൽ കേരളത്തിലെ നിരവധി ക്ഷേത്രങ്ങളിലെ ഈ സ്വർണം പൂശലും എടുക്കലുമായിട്ട് ബന്ധപ്പെടുത്തിയ കാര്യങ്ങൾ നടത്തിയെടുക്കാമെന്നുള്ളതായിരുന്നു മുഴുവൻ പ്ലാൻ. പക്ഷെ ആ പ്ലാൻ എവിടെ പൊളിഞ്ഞു പോയി? ശബരിമല വെച്ച് തന്നെ പൊളിഞ്ഞു. പിന്നെ ഈ വർഷം മുഴുവൻ ഈ അമ്പലം നോക്കുന്നതാരാണ്? മലയേറിയന്മാർ. പക്ഷെ തുറക്കൂല. താഴെ എന്തുകൊണ്ട് വയ്ക്കും? ഗഞ്ചാവും മദ്യവും മത്സ്യവും ഒക്കെ താഴെ കൊണ്ട് വയ്ക്കും. ഹിന്ദു മതക്കാർക്ക് എന്ത് സംഭവിച്ചു? വലിയ ക്ഷീണം ഉണ്ടായി കേരളത്തിൽ. ഞങ്ങൾക്ക് പ്രശ്നം എന്താണ്? അയ്യപ്പനെ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അത് പുറത്തറിയട്ടെ എന്ന് ക്രിസ്ത്യാനികൾ നിലപാടെടുത്തു. പെട്ടല്ലോ, EMS പെട്ടല്ലോ, അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. ദേവസ്വം ബോർഡ് വന്ന കഥ തന്നെ വേറെ കഥയാണ്. അനിൽ നമ്പ്യാർജി, നമ്മൾ പറഞ്ഞ ഭ്രാന്ത് വരും. നമസ്തേ. മറുപടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ സ്പിരിച്വൽ തോട്ടിൻ്റെ ഫൗണ്ടറും സാമൂഹ്യ നിരീക്ഷകനുമായ ഡോക്ടർ V. സുഭാഷ് ചന്ദ്രബോസാണ് മറുപടിയുടെ ഈ അധ്യായത്തിലെ അതിഥി. അടിസ്ഥാനപരമായി ഒരു ഭൗമശാസ്ത്രജ്ഞനാണെങ്കിലും ശബരിമലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ അവശേഷിക്കുന്ന നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം തേടി അലയുകയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ അന്വേഷണം ഏത് ഘട്ടത്തിൽ എത്തി എന്ന് നമുക്ക് നോക്കാം, പരിശോധിക്കാം. ഡോക്ടർ V. സുഭാഷ് ചന്ദ്രബോസിനെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്തു. സ്വാഗതം. നമസ്കാരം. ശബരിമലയാണല്ലോ ഇപ്പോൾ സജീവ ചർച്ചാ വിഷയമാവുന്നത്. ഏറ്റവും ഒടുവിൽ സ്വർണ്ണക്കൊള്ള നടന്നിരിക്കുന്നു. ഇപ്പോൾ ഈ അഭിമുഖം നടത്തുമ്പോൾ ഹൈക്കോടതി ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ പ്രവർത്തനത്തിൽ അതൃപ്തി രേഖപ്പെടുത്തിയിരിക്കുന്നു. ED വന്നതുകൊണ്ടും ഇതിലെ യഥാർത്ഥ കുറ്റവാളികൾ പിടിയിലാകുമെന്ന് കരുതുന്നുണ്ട്. കാരണം ഇത് അന്താരാഷ്ട്ര തലത്തിലുള്ള വിഗ്രഹ കടത്തുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വലിയൊരു മാഫിയ ആണ് ഇതിന് പിന്നിലുള്ളത് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മാത്രമല്ല സഹസ്ര കോടികളുടെ ഇടപാടുകളാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ ഇന്റർപോൾ അന്വേഷിക്കേണ്ട കേസാണ് ഇത്. അതിനകത്ത് നമ്പ്യാർജി, അനിൽജി മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഈ തട്ടിപ്പ് നടത്തിയ പോറ്റിയാവട്ടെ, പോറ്റിയുടെ സംഘമാകട്ടെ, പിന്നിലുള്ള ആരും ആയിക്കോട്ടെ, നമ്മൾ ആരെയും ബ്ലെയിം ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അവരുടെ ലക്ഷ്യം ശബരിമല മാത്രമായിരുന്നില്ല. അതാണ് എൻ്റെ വിഷയം മനസ്സിലാക്കേണ്ടത്. വൈക്കത്ത് ക്ഷേത്രത്തിലും ഇതുപോലെ സ്വർണ്ണപ്പാളി മാറ്റാനും അവിടുത്തെ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി സ്വർണം പൂശുന്ന കഥ വന്നു, ഈ കാലഘട്ടത്തിൽ തന്നെ വന്നു. പക്ഷേ അവിടെ ഒരു വിജിലൻസ് ഓഫീസർ ഉള്ളത് കൊണ്ട് അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് ബാംഗ്ലൂരിൽ അന്വേഷിച്ചപ്പോൾ ഒരു തട്ടിപ്പ് കമ്പനിയാണ് വന്നതെന്ന് പറഞ്ഞ് മതിയാക്കി. നിരവധി ക്ഷേത്രങ്ങളിൽ ശബരിമല ഇത് വിജയിക്കുകയാണെങ്കിൽ കേരളത്തിലെ നിരവധി ക്ഷേത്രങ്ങളിലെ ഈ സ്വർണം പൂശലും എടുക്കലുമായിട്ട് ബന്ധപ്പെടുത്തിയ കാര്യങ്ങൾ നടത്തിയെടുക്കാമെന്നുള്ളതായിരുന്നു മുഴുവൻ പ്ലാൻ. പക്ഷേ ആ പ്ലാൻ എവിടെ പൊളിഞ്ഞു പോയി? ശബരിമല വെച്ച് തന്നെ പൊളിഞ്ഞു. അങ്ങനെ ശബരിമല അത് പൊളിയാതിരുന്നെങ്കിൽ ഒരുപക്ഷെ കേരളത്തിലെ ഒരുപാട് ക്ഷേത്രങ്ങളിൽ നിന്ന്, പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ നിന്നെല്ലാം ഈ സ്വർണ്ണപ്പൂശലും വിശ്വാസികളെ വഞ്ചിച്ചുകൊണ്ടുള്ള പരിപാടി പോയിട്ടുണ്ടാവും. മോഷണമല്ല, ഇത് വേറൊരു ലോബിയാണ്. മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത് ഒക്കെ ഓൺ ടൈം സാധനം എടുത്തുകൊണ്ട് പോകുന്നു. ഇത് അങ്ങനല്ല. ഇതിനകത്ത് ഇപ്പോൾ ഇറ്റലിയിൽ ഇതിന് വേണ്ടി തന്നെ ഞാനിത് വളരെ ഉത്തരവാദിത്തമായിട്ട് പറയുന്ന ഡേറ്റകൾ എടുത്തിട്ടാണ് പറയുന്നത്, അല്ല അപ്പോൾ നമുക്ക് ആരോടും എതിർപ്പൊന്നുമില്ല. സോണിയാഗാന്ധിയുടെ ഒരു റിലേറ്റീവായിട്ടുള്ള അവർക്ക് പിന്നെ എന്ത് റിലേഷൻ ഞാനിപ്പോൾ പറയുന്നില്ല, റിലേറ്റീവായിട്ടുള്ള ആളിന് ഇറ്റലിയിൽ ഈ ആൻറ്റിക്കോഴ്സും ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ വിൽക്കുന്ന സ്ഥലമുണ്ട്. പുരാവസ്തു വസ്തുക്കളുടെ ഒരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ അത് വലിയ വിലയാണ് കിട്ടുന്നത്, മോഹ വിലയാണ് കിട്ടുന്നത്. രണ്ടാമത് ദൈവികമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വില കൂടും. കാരണം നമുക്കായാലും നമ്മൾ മാലയിട്ടിരിക്കുന്നു, അതിനകത്ത് ഒരു ലോക്കറ്റിൽ ഒരു ഭഗവാന്റെ ഒരു
അമ്പലത്തിലെ ഒരു സാധനം കിട്ടുമെന്ന് പറഞ്ഞാൽ പിന്നെ 1 ഗ്രാമായാലും നമ്മൾ വലിയ വില കൊടുത്ത് മേടിക്കും. അതെ. അപ്പോൾ അങ്ങനെയുള്ള അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു സ്വർണ്ണ ഗൂഢാലോചന ഇതിനകത്തുണ്ടെന്ന് രമേശ് ചെന്നിത്തല കത്ത് കൊടുത്തതിൻ്റെ ഭാഗമായി SIT പരിശോധനയുടെ ഭാഗമായി ദുബായിലെ ഒരു വ്യവസായി വന്ന് മൊഴി കൊടുത്തിട്ടുണ്ട്. അതെ. ഇതൊന്നും നമ്മുടെ ജനം ടി വിയുടെ എൻ്റെ ഒന്നും കണ്ടുപിടുത്തമല്ലല്ലോ, അതെ. ആൾറെഡി പബ്ലിക് സ്പിയറിലുള്ളൊരു വിഷയമാണ്. അപ്പോൾ ഞാൻ ആദ്യം മുതലേ പറയും, ഞാൻ പല ചാനലുകളിലും യൂട്യൂബിലൊക്കെ ഇതിനകത്ത് വന്നിരുന്നു. ഞാൻ ആദ്യം മുതലേ പറയുന്നത് ഇത് കേരളത്തിലെ SIT കൊണ്ടോ ഒരു പരിധിവരെ CBI കൊണ്ടോ നിൽക്കില്ല. കാരണം SIT കൊണ്ട് നിൽക്കാത്ത എന്തെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ഹൈക്കോടതി പറയുകയും ചെയ്തല്ലോ, അതെ. SIT കൊണ്ട് നിൽക്കാത്ത എന്തെന്ന് വെച്ചാൽ ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാട്, കേരളം 4 സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, തന്ത്രി പോലുള്ള ആ ഒരു വിഭാഗത്തെ അവരൊരു ഷാഡോയിൽ വന്നിട്ടുണ്ട്, റഡാറിൽ. ആ കുടുംബവുമായി ബന്ധപ്പെട്ട് കുറച്ച് വരിയില്ലാത്ത വന്നിട്ടുണ്ട്. സെലിബ്രിറ്റികൾ, ജയറാമിനെ പോലുള്ള സെലിബ്രിറ്റികൾ, വീരമണിയെ പോലുള്ള സെലിബ്രിറ്റികൾ ഒരു സ്ട്രീമായി വന്നിട്ടുണ്ട്. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ ഒരു സ്ട്രീമിനകത്ത് വന്നിട്ടുണ്ട്. പൊളിറ്റിക്കൽ സ്ട്രീമിനകത്ത് വന്നിട്ടുണ്ട്. പ്രശാന്ത്, പിന്നെ പത്മകുമാർ, കടകംപള്ളി സുരേന്ദ്രൻ വരെ എത്തി നിൽക്കുന്ന ഒരു സ്ട്രീമിനകത്ത് കയറി വന്നിട്ടുണ്ട്. പേരുണ്ടോ ഇല്ല എന്നുള്ളതാണ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ 4-5 സ്ട്രീമിൽ നിൽക്കുന്നതിനെ ഒരു ചെറിയ സംഘം കൊണ്ട് തീരില്ല, CBI കൊണ്ടും ഇത് തീരത്തില്ല. അപ്പോൾ ഇൻ്റർനാഷണലായിട്ടുള്ള ഒരു ഏജൻസി, ഇൻ്റർപോൾ ഏജൻസി, കാരണം ഇത് ഘട്ടം ഘട്ടം അങ്ങോട്ട് മുകളിലോട്ട് പോകുന്നതോറും സാധാരണ ഒരു കള്ളനെ ഉടനെ പിടിക്കും. കള്ളനെ ഒരു മുതലാളിയും കൂടെ ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പിടിക്കൂല. അത് ഞാൻ അടുത്ത നമ്മൾ വിഷയത്തിലേക്ക് വരുമ്പോൾ പറയാം. ശബരിമല ഇത് സംഭവിച്ചിട്ടുണ്ട് തീവെപ്പുമായി ബന്ധപ്പെടുത്തി. എന്തുകൊണ്ടാണ് തീവെപ്പ്, ഈ അമ്പലത്തിലെ തീവെപ്പ് ഇപ്പോഴും അജ്ഞാതമായിട്ട് നിൽക്കുന്നത്? ആര് തീവെച്ചു എന്ന് പറയുന്നില്ല, നമ്മളോട് ആരോടും പറയുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞത് ശബരിമലയിലെ ഈ കേസ് ഇൻ്റർപോൾ വന്നല്ലാതെ ഇത് സമ്പൂർണ്ണമാവില്ല. ഇപ്പോൾ EDക്ക് ചെയ്യാൻ പറ്റുന്നത് മണി ലോണ്ടറിങ് ഉണ്ടോ, അഴിമതിയുണ്ടോ, അല്ല എന്തായാലും കള്ളപ്പണ ഇടപാട് ഉണ്ടോ, അതൊക്കെ നോക്കിയെടുക്കാൻ EDക്ക് പറ്റും. മറ്റവർ എന്താണ് മോഷണമായുള്ള കാര്യങ്ങൾ. പക്ഷേ അന്താരാഷ്ട്ര തലത്തിലേക്ക് ഇത് കൊണ്ടുപോയി വിറ്റിട്ടുണ്ടോ? ഇത് ഇത്രയും 40 കിലോ വരുന്ന സ്വർണത്തിൻ്റെ അവിടെ കൊണ്ടുവന്നതൊഴിച്ച് ബാക്കിയുള്ള സ്വർണം ഉരുക്കി പല രൂപത്തിലാക്കി അതിനെ ചെറിയ മോതിരം അത് ഇതെന്നൊക്കെ പറഞ്ഞ് വള അരഞ്ഞാണോ എന്നൊക്കെ പറഞ്ഞ് ലോകം മുഴുവൻ കൊണ്ടുപോയിട്ടുണ്ടോ? അതോ പാളിയായിട്ട് തന്നെ ഇത് പുരാവസ്തു എന്നുള്ള നിലയിൽ ലോകത്തെവിടെയെങ്കിലും ഒറിജിനൽ ഇവരെ കടത്തി ഇപ്പോൾ അവിടെ ഉള്ളത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. മാത്രമല്ല കപ്പലിൽ കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. ഫ്ലൈറ്റിൽ കൊണ്ടുപോയെങ്കിൽ പിടിക്കുമായിരുന്നു. അപ്പോൾ കപ്പലിലാകുമ്പോൾ ചരക്ക് കപ്പലിലൊക്കെ ആണെങ്കിൽ പിടിക്കാൻ പ്രയാസമല്ലേ. അപ്പോൾ അങ്ങനെ വളരെ വളരെ നിഗൂഢമായ ഒരു സംവിധാനത്തിലേക്ക് പോയിരിക്കുകയാണ്. ഇതിനകത്തൊരു ഞാൻ കാണുന്നൊരു അപകടം, എല്ലാ പാർട്ടിയിലെയും, ഞാൻ അങ്ങനെ പറയുമ്പോൾ മറ്റൊന്നും കരുതരുത് അനിൽജി, എല്ലാ പാർട്ടിയിലെയും പണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ പലരും ഇതിനകത്ത് എന്ത് ചെയ്തിരിക്കാം, അത് അസംഷനാണ്, നമുക്ക് അറിഞ്ഞുകൂടാ ഇതിനകത്തൊക്കെ. കാരണം ഇതുപോലത്തെ ഏത് കേസ് വന്നാലും അതിൽ ഒരു സോക്കാൾഡ് സമൂഹത്തിൽ നിൽക്കുന്നൊരു വിഭാഗം എന്ത് ചെയ്യും, കണക്ട് ചെയ്ത് ഇതിനകത്ത് വരും. പിന്നെ ഒരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഈ പോറ്റി എന്ന് പറയുന്ന ആൾ എല്ലാ പാർട്ടികളെയും പോയി എന്ത് ചെയ്തിരിക്കുന്നു, അത്യാവശ്യം സ്വാധീനിച്ചിരിക്കുന്നു. സോണിയാഗാന്ധിയുടെ അടുത്ത് എത്താൻ എങ്ങനെയാണ് ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി കഴിയുക? അടൂർ പ്രകാശിൻ്റെ അടുത്ത് എത്താൻ കഴിയുന്ന എങ്ങനെ? ഈ നേതാക്കളുടെ അടുത്ത് എത്താൻ ഒരു സാധാരണ പോറ്റി കഴിയില്ലല്ലോ. പിണറായി വിജയൻ്റെ അടുത്ത് എത്താൻ എങ്ങനെയാണ് കഴിയുക? പിണറായി വിജയൻ ഇറങ്ങി വന്ന് ആംബുലൻസ് ഉദ്ഘാടനം ചെയ്യുമോ? അതൊന്നും സങ്കല്പിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. അതൊന്നും നമുക്ക് നമ്മുടെ ഒരു പൊതു മണ്ഡലത്തിൻ്റെയും പൊതുബോധത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോൾ ഇതൊന്നും സംഭവ്യമല്ല. അപ്പോൾ സംഭവ്യമല്ലാത്ത കാര്യങ്ങൾ, അസംഭവ്യമായ കാര്യങ്ങൾ സംഭവിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു ചാർജ് കണക്ട് ചെയ്യണം, ഒരു എനർജി കണക്ട്. ആ എനർജി ആരൊക്കെയാണ് ആ എനർജിയുടെ പിന്നിലുള്ളതെന്നാണ് ഈ സ്വർണ്ണപ്പാളിയിൽ കണ്ടെത്തേണ്ടതെന്നുള്ളത്. അതുകൊണ്ട് ഇൻ്റർപോൾ വന്നേ ഈ കഥ തീരൂ, അല്ല ഈ കഥ തീരൂല. ഇപ്പം നേരത്തെ ശബരിമല തീവെപ്പിനെ കുറിച്ച് താങ്കൾ പരാമർശിക്കുകയുണ്ടായി അല്ലേ? 1950 തീവെപ്പ്, തുടർന്ന് കേശവമേനോൻ കമ്മീഷൻ അതേക്കുറിച്ച് അന്വേഷിച്ചു അല്ലേ? അന്വേഷണ റിപ്പോർട്ട് നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടുമെന്ന് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന EMS അടക്കം പലരും പറഞ്ഞിട്ടുണ്ട് അല്ലേ? പക്ഷെ നാളെ ഇതുവരെയായിട്ടും ആ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് പൊതുസമൂഹത്തിന് അറിയില്ല. എന്തുകൊണ്ടായിരിക്കാം ഇതിങ്ങനെ ഒളിച്ചു വെച്ചിരിക്കുന്നത്? അല്ല, റിപ്പോർട്ട് ഒളിച്ചു വെച്ചിട്ടില്ല, ഇപ്പോൾ ആർക്കൈവിലുണ്ട് നമുക്ക്. പക്ഷേ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഡിലേ ഈസ് ദ ബെറ്റർ സൊല്യൂഷൻ ഫോർ എനിത്തിങ് എന്നൊരു കാര്യമുണ്ട്. ഏതൊരു കാര്യത്തിനും ഡിലേ വന്നു കഴിഞ്ഞാൽ സമൂഹം എന്ത് ചെയ്തു പോകും? മറക്കും. പുതിയ വിഷയം വരുമ്പോൾ മറക്കും. പ്രത്യേകിച്ച് ചാനലുകളൊക്കെ ആയിട്ട് പുതിയ കാര്യങ്ങൾ വരുമ്പോൾ പഴയ കാര്യം വിട്ടുപോകുമല്ലോ. 1902 ആദ്യത്തെ ഒരു തീ പിടിക്കുന്നത് അവിടെ. അത് എല്ലാവരും നിൽക്കുമ്പോഴാണ് തീ പിടിക്കുന്നത്, പോറ്റിയൊക്കെ നിൽക്കുമ്പോഴാണ് തീ പിടിക്കുന്നത്. അപ്പോൾ അവിടുത്തെ എമ്പ്രാന്തിരി അത് വിഗ്രഹം എടുത്തുകൊണ്ട് ഭസ്മക്കുളത്തിൽ ചാടിയെന്നും ബാക്കിയെല്ലാവരും ഓടി രക്ഷപ്പെട്ടെന്നും, പിറ്റേ ദിവസം ചെന്ന് നോക്കുമ്പോൾ എമ്പ്രാന്തിരി വിഗ്രഹത്തെ കെട്ടിപ്പിടിച്ച് അവിടെ ഉണ്ടായിരുന്നെന്നും, ആ വിഗ്രഹം എടുത്ത് എമ്പ്രാന്തിരിയെ പിന്നെ 40 വർഷത്തോളം അവിടെ പോറ്റിയായി വച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ പഴയ ചരിത്രങ്ങൾ കിടപ്പുണ്ട്. അതൊരു കഥ കിടക്കട്ടെ. 1950 വേറെ ചില സംഭവങ്ങൾ ഉണ്ടായി. 1949
ഇത് പറയുമ്പോൾ ഒരു കാര്യം ഞാൻ പറയുന്നു, ഇത് ഫൈനൽ ഡെസ്റ്റിനി അല്ല ഞാൻ ഈ പറയുന്നത്. ആസ് എ റിസർച്ചർ, ഞാൻ ബേസിക്കലി ഒരു സയൻറ്റിസ്റ്റാണ്. ബേസിക്കലി എൻ്റെ ബേസ് അതാണ്. ലോയർ LLB പഠിച്ചിട്ടുള്ള ആളാണ്, ജേർണലിസം 3-4 കോഴ്സ് ഞാൻ പഠിച്ചിട്ടുണ്ട്. ഈ കോഴ്സിൻ്റെയൊക്കെ ബേസിൽ ഇതൊരു ഫൈനൽ ഡെസ്റ്റിനി അല്ല. ഇത് ഫൈനൽ ഡെസ്റ്റിനി കണ്ടുപിടിക്കേണ്ട ആരാണ്? ഇവിടുത്തെ നിയമ സംവിധാനവും കോടതിയും പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചരിത്ര പണ്ഡിതന്മാർ അവരൊക്കെയാണ് ഫൈനൽ ഡെസ്റ്റിനി പറയേണ്ടത്. ഐ ആം നോട്ട് എ ഫൈനൽ ആൻസർ. ഞാൻ ഫൈനൽ ആൻസർ അല്ല. ഞാൻ ഇത് 50-ലെ ഈ കഥയുമായി ബന്ധപ്പെടുത്തി കുറേ അന്വേഷണം നടത്തിയിരുന്നു. അന്വേഷണം നടത്താൻ കാര്യം, ഇതിന് മുമ്പേ ഞാൻ ഹരിവരാസനത്തിൻ്റെ ആ കഥ നമുക്ക് പറയാം. ഹരിവരാസനത്തിൻ്റെ ഒരു അന്വേഷണം ഞാൻ നടത്തിയിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഒരു യൂട്യൂബിൽ ചെയ്തിരുന്നു. അതിനെ ബേസ് ചെയ്ത് എനിക്ക് ഒരുവേ വിവരങ്ങൾ കിട്ടിയപ്പോഴാണ് അവസാനം തീവപ്പിലൊക്കെ എനിക്ക് കാര്യങ്ങൾ കിട്ടിയത്. ഇതിനോടനുബന്ധിച്ച് ഇതുവരെ ഇറങ്ങിയിട്ടുള്ള 3 പുസ്തകം ഒഴിച്ച് 30ഓളം പുസ്തകങ്ങൾ ഞാൻ വാങ്ങാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. എല്ലാം വാങ്ങിയിട്ടുണ്ട് ഞാൻ, പല ഏജൻസികൾ ഇറക്കിയത്, പല കാലഘട്ടത്തിൽ ഇറക്കിയത്. പിന്നെ ഒരുപാട് ആളുകൾ എനിക്ക് പഴയ ചെപ്പേട് രേഖകൾ ഉൾപ്പെടെ, ചെപ്പേട് കിട്ടിയിട്ടില്ല, ചെപ്പേട് കിട്ടിയെന്ന് പറഞ്ഞാൽ എന്നെ പോലീസ് കൊണ്ടു, എൻ്റെ ഇല്ല. അതേസമയം ചെപ്പേട് ഇപ്പോൾ കയ്യിൽ വയ്ക്കാൻ പറ്റില്ലല്ലോ, അത് ഒരവസ്ഥയല്ലേ. അതേസമയം അതിൽ പറഞ്ഞ കാര്യങ്ങൾ മറ്റുള്ളവർ പറഞ്ഞൊക്കെ ലേഖനങ്ങളായിട്ടൊക്കെ വന്നതൊക്കെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അതല്ല, അത്തരം കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യുമ്പോഴാണ് ഒരുപാട് നിഗൂഢതകളുണ്ട്. ഇത് എന്നെക്കാൾ ഒരുപക്ഷെ നന്നായി അറിയാവുന്ന ഡോക്ടർ MG ശശിഭൂഷൺ സാർ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം ചരിത്രകാരനാണ്. അദ്ദേഹം എനിക്കൊന്ന് ജനൻ ടിവിയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതും ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ യൂട്യൂബിലും സാറുമായിട്ട് ഇൻ്റർവ്യൂ ഒക്കെ ഞാൻ നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലും ചെയ്തിരുന്നു ഞാൻ ഈ ആരുമായിട്ട്, ശശിഭൂഷൺ സാറുമായിട്ട് ചെയ്തിരുന്നു. ഇനി ഞാൻ ചരിത്രത്തിലേക്ക് വരാം. 49 കാലഘട്ടത്തിൽ ആർ ശങ്കറും മന്നത്ത് പത്മനാഭനും NSSൻ്റെ മന്നത്ത് പത്മനാഭനും ആർ ശങ്കർ SNDPയുടെയും വലിയ നേതാക്കളായി നിന്നു. അന്ന് കോൺഗ്രസിൻ്റെ ഒരു വലിയ നേതാവാണ് ആര്? നമ്മുടെ ആർ ശങ്കർ. കോൺഗ്രസിൻ്റെ വലിയ നേതാവാണല്ലോ. ആ സമയത്ത് അന്നത്തെ ചരിത്ര പശ്ചാത്തലവും ജാതി പശ്ചാത്തലവും കൂടെ മനസ്സിലാക്കിയാലേ നമുക്കിതെല്ലാം ക്ലിയർ ആവുള്ളൂ. അന്ന് വ്യാപകമായി ഹിന്ദു സമൂഹത്തിൽ നിന്ന് ക്രിസ്ത്യനിലേക്ക് ആളുകൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു, കുറച്ച് പേര് മുസ്ലിങ്ങളിലേക്ക് പോകുന്നു. ഇത് മനസ്സിലാക്കിയിട്ടാണ് സ്വാമി വിവേകാനന്ദനൊക്കെ പറഞ്ഞത്, പാച്ചനായി നടക്കുന്ന ഒരാൾ ജോസഫ് ആവുമ്പോൾ അയാൾക്ക് സാമൂഹ്യ അംഗീകാരം കിട്ടുന്നു, പാച്ചനാവുമ്പോൾ കിട്ടുന്നില്ല. അത് കണ്ടിട്ടാണ് പറഞ്ഞത് കേരളം ഭ്രാന്താലയോ, അല്ലാതെ കേരളത്തിലെ ആളുകളുടെ കുഴപ്പം കണ്ടിട്ടല്ല പറഞ്ഞത്. ഇത് കാണുമ്പോൾ നിങ്ങൾ എന്താണ്, നിങ്ങൾ പാച്ചനായി ജീവിക്കാനും മരിക്കാനും സമ്മതിക്കുന്നില്ലല്ലോ, നിങ്ങൾ അംഗീകരിക്കുന്നില്ലല്ലോ, നിങ്ങൾ ജോസഫ് ആകുമ്പോൾ നിങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ, നിങ്ങൾക്ക് എങ്ങനെ അംഗീകാരം കൊടുക്കാൻ കഴിയുന്നു, ഒരേ ആൾ തന്നെയല്ലേ എന്നാണ് ചോദിച്ചത്. പിന്നെ വേറെ കഥകളുണ്ട്, ഞാൻ വിവേകാനന്ദൻ്റെ കഥയിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഇത് വന്നപ്പോൾ അന്ന് ഹിന്ദു മണ്ഡലത്തിൻ്റെ യോഗം കൊല്ലത്ത് ചേരുന്നു. ഹിന്ദുക്കൾ വലിയ വ്യാപകമായി സംഘടിക്കുന്നു. എന്തിനെന്നാൽ അന്ന് പിന്നെ അയ്യങ്കാളി, ചട്ടമ്പിസ്വാമി, ശ്രീനാരായണ ഗുരുദേവൻ ആ കാലഘട്ടം കൂടെ ഉണ്ട്. അതിൻ്റെ കുറച്ചുകൂടെ പിറകിലോട്ട് പോകുമ്പോൾ അന്ന് ചട്ടമ്പിസ്വാമിയുടെയൊക്കെ നേതൃത്വത്തിൽ വ്യാപകമായി ഹിന്ദു പരിവർത്തനത്തിനെതിരെ വ്യാപകമായി പരിപാടി നടക്കുകയാണ്. ചട്ടമ്പിസ്വാമിയൊക്കെ യോഗങ്ങളൊക്കെ നടത്തും. ഓരോ ഇളത്തിൽ ചെന്നിട്ട് ക്രിസ്തുവിനെയൊക്കെ വെല്ലുവിളിക്കും. നിങ്ങളുടെ ക്രിസ്തുവാണോ വലുത്, ഞങ്ങളുടെ ദേവനല്ലേ വലുതെന്നൊക്കെ ആ തരത്തിലേക്ക് പോയൊരു കാലമാണ്. പക്ഷെ അപ്പോൾ ക്രിസ്ത്യാനികൾക്കും എന്തില്ല, സംഘർഷമൊന്നുമില്ല. അത് മനസ്സിലാക്കണം. സംഘർഷമില്ല, ജാതിമത മാറ്റമൊക്കെ ഉള്ളൂ. അങ്ങനെയാണ് നമ്മൾ ഹിന്ദുമണ്ഡല യോഗം ചേർന്നത്. ഹിന്ദുമണ്ഡല യോഗം ചേർന്നപ്പോൾ പിന്നെ വൈക്കം മുഹമ്മദ് ബഷീർ ലേഖനം എഴുതി, മന്ന ശങ്ക എന്ന് പറഞ്ഞിട്ട് മന്നത്ത് പത്മനാഭനും ശങ്കറും തമ്മിൽ എന്ത് ചെയ്യാൻ പോകുന്നുള്ളൂ. അത് ശശിഭൂഷൺ സാറ് പറഞ്ഞിട്ടുള്ള അറിവാണ്. അപ്പം ആ സാർ ലേഖനം കണ്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ വലിയൊരു പ്രശ്നം വന്നു കേരളത്തിൽ. അപ്പോൾ ഹിന്ദുമതത്തിൽ നിന്ന് വ്യാപകമായി ക്രിസ്ത്യനിലേക്ക് ആളുകൾ പോകുമ്പോൾ പരിവർത്തിത ക്രിസ്ത്യൻ, കൺവെർട്ടഡ് ക്രിസ്ത്യൻസിന് ആനുകൂല്യം കിട്ടുന്നില്ല. അതിനേക്കാൾ ആനുകൂല്യം പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്ക് കിട്ടുന്നു. അപ്പോൾ പരിവർത്തിത ക്രിസ്ത്യൻകാർ എന്ത് ചെയ്തു, തിരിച്ചെന്തിലേക്ക് വരാൻ തുടങ്ങി, ഹിന്ദുമതത്തിലേക്ക് തന്നെ വന്ന് പട്ടികജാതിയായി നിലനിൽക്കാൻ തുടങ്ങിയപ്പോൾ വലിയ സംഘർഷം. തല്ലില്ല, പക്ഷെ കുറച്ച് പേർ അങ്ങോട്ട് പോകുന്നു, കുറച്ച് പേർ ഇങ്ങോട്ട് വരുന്നു. അങ്ങനെ ഒരു കൺഫ്യൂഷൻ കിടക്കുന്ന സമയത്ത് പിന്നെ കാഞ്ഞിരപ്പള്ളിയിലെ കരിമ്പിനാൽ കുടുംബം എന്ന് പറയപ്പെടുന്ന കുടുംബവും പിന്നെ കള്ളിവയൽ എന്ന് പറയുന്ന കുടുംബവും പൊടിമുറ്റത്ത് എന്ന് പറയുന്ന കുടുംബവും പൊട്ടം നെല്ലിമുറ്റത്ത്, പൊട്ടംകുളത്ത്, വടക്കേപ്പറം, ഇങ്ങനെ 4-5 കുടുംബം. അവരെല്ലാം പുത്തൻ പണക്കാരാണ്. അവർ സ്ഥിരമായി എവിടെ പോകുമായിരുന്നു? നായാട്ടിന് പോകുമായിരുന്നു. നായാട്ടിന് പോകുന്ന സമയത്ത് അവർ മദ്യപിക്കുക, നായാട്ടല്ലേ, മദ്യപിക്കുക, അവർ കാട്ടിലേക്ക് പോകും. അപ്പോഴുണ്ടായിരുന്നൊരു കാനന ക്ഷേത്രമാണ് ഏത്? ശബരിമല ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത, അന്ന് 5 ദിവസമാണ് മാസത്തിൽ തുറക്കുന്നത്. ഈ 5 ദിവസം തുറക്കുമ്പോൾ അവിടെ പൂജ കഴിയുമ്പോൾ അവിടെ മലയരയന്മാരോ, അതാണ് ഈ മലയരയന്മാരുടെ ഒരു കണക്ഷനൊക്കെ വരുന്നത്. അപ്പോൾ മലയരയനായിട്ടുള്ള പ്രധാന മലയരയന് എരുമേലിൽ വെച്ച് ദക്ഷിണയൊക്കെ കൊടുത്തിട്ടാണ് ഇവിടെ പോണത്. പിന്നെ മലയരയന്മാരാണ് ആരെ കൊണ്ടുപോണത്? കാരണം അവർക്കേ കാടറിയാവൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് തിരിച്ച് പൂജ കഴിയുമ്പോൾ ആരെ കൊണ്ടുവിടും? എരുമേലി കൊണ്ട്, പമ്പയിലും കൊണ്ട് ആരെ വിടും? ഈ പോറ്റിയൊക്കെ കൊണ്ടുവിടുന്നത് മലയരയന്മാരാണ്. പിന്നെ ഈ വർഷം മുഴുവൻ ഈ അമ്പലം നോക്കുന്നതാരാണ്? മലയരയന്മാർ. പക്ഷെ തുറക്കൂല. താഴെ എന്തുകൊണ്ട് വയ്ക്കും? ഗഞ്ചാവും മദ്യവും മത്സ്യവും ഒക്കെ താഴെ കൊണ്ട് വയ്ക്കും. 18 അടി താഴെ. അമ്പലത്തിലൊന്നും കയറില്ല അവർ. അവർ ഉപയോഗിക്കുന്ന സാധനങ്ങളും
അവർക്ക് കിട്ടുന്ന സാധനങ്ങൾ അങ്ങനെയാണല്ലോ പഴയ പൂജകളൊക്കെ അങ്ങനെയാണല്ലോ വന്നിരിക്കുന്നത്. ദേവന് കിട്ടുന്നത് കൊണ്ട് സമർപ്പിക്കുന്നതാണ്. പക്ഷേ ക്ഷേത്രം തുറക്കത്തില്ല, ക്ഷേത്രത്തിൽ കയറത്തില്ല. അങ്ങനെ ഇരുന്ന സമയത്ത് അവിടെ ഒരു ജോസഫ് എന്ന് പറയുന്ന ഒരു ഹിന്ദുവായിരുന്ന ഒരാൾ ക്രിസ്ത്യനായി, പിന്നെ ഹിന്ദു, അങ്ങനെ മാറി തിരിഞ്ഞ് ഒരു സ്വാമി കളിച്ച ഒരു കോടാലി സ്വാമി ഉണ്ടായിരുന്നു. കോടാലി സ്വാമി ഒരു ദിവസം അവിടെ ഇരുന്നപ്പോൾ അദ്ദേഹം 3 കഥയുണ്ട് അതിനകത്ത്. ഒന്ന്, മറ്റാരോ മീനൊക്കെ കൊടുത്ത് ചുട്ട തിന്നപ്പോൾ സ്വാമിക്ക് കൊടുത്തില്ല, അതിൻ്റെ പേരിൽ സ്വാമി വയലൻ്റ് ആയെന്നും, സ്വാമിക്ക് കൊടുത്ത് സ്വാമി കഴിച്ചിട്ട് സ്വാമി എന്തിനത് കഴിക്കുന്നു എന്ന പേരിലും വയലൻ്റായി. 2 സംഘർഷവും നടന്നവിടെ. ഏതാണെന്ന് അറിയില്ല, ചരിത്രത്തിൽ കിടക്കുന്നതാണ്. ഈ സ്വാമി ഇവരെല്ലാം പോയതിനു ശേഷം ഈ ചുട്ട് തിന്നവർ, ഈ കുടുംബക്കാരല്ല വേറെ കുറേ ആളുകളാണ്, ചുട്ട് തിന്ന് പോയതിനു ശേഷം ഈ സ്വാമി നേരെ, സ്വാമിയുടെ ഒരു കോടാലിയുണ്ട്, പിച്ചള കോടാലിയുണ്ട്. ഈ കോടാലി ഉപയോഗിച്ച് ആരെ പൊളിച്ചു? ക്ഷേത്രം പൊളിച്ചു, അമ്പലം തകർത്ത് തീ വെച്ചു എന്നാണ് ഒരു കഥ. ബാക്കി അന്വേഷണത്തിലേക്ക് ഞാൻ വരാം. ഈ കഥ നോക്കുമ്പോൾ വേറൊരു കഥ പറയുന്നത്, ഇദ്ദേഹം ഇതിനു വേണ്ടിയാണ് അകത്ത് പോയെങ്കിലും ക്ഷേത്രത്തിൻ്റെ നടയിൽ ചെന്നപ്പോൾ ഇദ്ദേഹത്തിന് മാനസാന്തരം ഉണ്ടായ കാര്യം, വർഷം മുഴുവൻ അദ്ദേഹം അവിടെ ഒരു പൊത്തിൽ താമസിക്കുകയാണ്. ഒരു മരത്തിൻ്റെ പൊത്തിൽ വർഷം മുഴുവൻ താമസിക്കുന്ന ആളാണ് ഈ സന്യാസി. അദ്ദേഹത്തിന് ഒരു മാനസാന്തരം ഉണ്ടാവുകയും അദ്ദേഹം എന്ത് ചെയ്തു? ബോധം കെട്ട് വീഴുകയും ചെയ്തു. എന്നിട്ട് ഇത് മനസ്സിലാക്കി ബാക്കിയുള്ളവർ ചെന്നിട്ടാണ് കൊന്നു എന്ന്, ഈ വെട്ടിപ്പൊളിച്ചു എന്നാണ് വേറൊരു വേർഷൻ. എന്തായാലും വെട്ടിപ്പൊളിച്ചു. അതായത് ഇടവം 1125 ഇടവം 6-നും 11-നും ഇടയ്ക്ക്, കറക്റ്റ് ഡേറ്റില്ല, 11-നും ഇടയ്ക്ക്. അപ്പോഴെന്ത് സംഭവിച്ചു? ഈ തീ വെച്ച് 2 ദിവസം വരെ ഇത് അറിഞ്ഞൂല്ല ആരും. കാരണം കാട്ടിനകത്തല്ലേ അമ്പലം, അപ്പോൾ തുറക്കാൻ പോകുന്നില്ല. 2 ദിവസം കഴിഞ്ഞ് ഇത് അറിഞ്ഞപ്പോഴാണ് കുറേ ദിവസം മുമ്പാണിത് തീവെപ്പ് നടന്നിരിക്കുന്നത് മനസ്സിലാക്കിയതിന് ശേഷം ഇതിൻ്റെ അന്വേഷണം ആരംഭിച്ചു. അന്ന് ഇതിനിടയിൽ ഹിന്ദു മണ്ഡലക്കാർ തമ്മിൽ തെറ്റുകയും ചെയ്തു. ശങ്കറും ബന്ധത്തൊപ്പനാമനും തമ്മിൽ തെറ്റി. ആ തെറ്റൽ ഇന്നും എന്ത് ചെയ്തിട്ടില്ല? 2025-ലും NSS SNDP 8 എന്ത് ചെയ്തിട്ടില്ല? തിരുത്തിയിട്ടില്ല. 75 വർഷമായിട്ട് ആ തെറ്റ് അതൊക്കെ നടന്നാൽ നായാടി മുതൽ നമ്പൂരി വരെ എന്നൊക്കെ പറയുന്നെങ്കിലും പറച്ചില്ലേ ഉള്ളൂ, കാര്യത്തിൽ നടത്തില്ല. അന്ന് മന്നത്തൊപ്പനാമനും ശങ്കറും കൂടി തല്ലിയല്ല, ഒരു സംഘർഷത്തിൽ സംസാരിച്ച് പിരിഞ്ഞതിന് ശേഷം. പക്ഷേ അന്ന് മന്നത്തൊപ്പനാമൻ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും ശങ്കർ ആരുമാണ്? ദേവസ്വം ബോർഡ് മെമ്പറുമാണ്. അങ്ങനെയാണ് ഇത് ഒന്നിച്ചൊക്കെ വന്ന കാര്യം. അപ്പോൾ എന്നിട്ട് അത് കഴിഞ്ഞാണ് അടുത്ത കഥ വരുന്നത്. 2 കമ്മിറ്റിയെ വെച്ചു. ഒന്ന് മദ്രാസിൽ ഓഫീസറായിരുന്ന കേശവ മേനോനെയും വെച്ചു. സ്റ്റേറ്റ് ഗവൺമെൻറ് അന്ന് പറവൂർ കൊച്ചുനാരായണ പിള്ളയാണ് മുഖ്യമന്ത്രി കോൺഗ്രസിൻ്റെ. അന്ന് ഇന്നത്തെ കോൺഗ്രസ് അല്ല, തിരുക്കൊച്ചി കോൺഗ്രസ്സാണ്, ഇപ്പോഴത്തെ കോൺഗ്രസ് അല്ലല്ലോ. അപ്പോൾ അദ്ദേഹം പിന്നെ ഉത്തരവാദിത്വ ഭരണത്തിലും നിവർത്തന പ്രക്ഷോഭത്തിലുമൊക്കെ പങ്കെടുത്തുനിന്നുള്ള TM വർഗീസും ഒക്കെ അന്ന് അവിടുത്തെ പ്രഗത്ഭനായ നേതാവാണ് ആ കാലഘട്ടത്തിൽ. C കേശവൻ, പിന്നെ വനംപിള്ളി ഗോവിന്ദമേനോൻ, പട്ടം താണുപിള്ള, ഇവരൊക്കെയാണ് വലിയ ചാമ്പ്യന്മാർ. അപ്പോൾ ഈ സമയത്ത് രണ്ട് അന്വേഷണം നടത്തി. ഒന്ന് IG ചന്ദ്രശേഖരൻ നായരുടെ ഒരു അന്വേഷണവും നടന്നു, അത് കേരള സർക്കാരിൻ്റെ അന്വേഷണം. മറ്റത് കേശവമേനോൻ്റെ അന്വേഷണം നടന്നു. IG ചന്ദ്രശേഖരൻ നായർ അന്വേഷണം നടത്തിയത് പ്രധാനമായിട്ട് മിന്നൽ പരമശിവൻ എന്ന് പറയുന്ന SI ആയിരുന്നു. അദ്ദേഹം സൈക്കിളിൽ പോവും. ഈ കഥയൊക്കെ കുറേ ശശിഭൂഷൺ സാറുമായിട്ട് ഞാൻ കുറേ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഈ മിന്നൽ പരമേശ്വരൻ പോവും, എവിടെയെങ്കിലും സൈക്കിളിൽ പെട്ടെന്നെത്തുന്നതുകൊണ്ടാണ് മിന്നൽ പരമേശ്വരനായത്. അദ്ദേഹമാണ് ഇത് അന്വേഷിച്ചത്. അദ്ദേഹത്തിൻ്റെ മിന്നൽ ജീവിത പരീക്ഷണങ്ങൾ എന്നൊക്കെ പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. കേശവ മേനോൻ അദ്ദേഹം പുസ്തകം എഴുതിയിട്ടുണ്ട്. പിന്നെ IG ചന്ദ്രശേഖരൻ നായർ സാറും പുസ്തകം എഴുതിയിട്ടുണ്ട്. റിപ്പോർട്ടും തയ്യാറാക്കി. റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ഏകദേശം 50 ആവുകയാണ്. 50 അല്ല, പിന്നെ 50 കഴിയാണ്. 50 ആയി, 51 ആയി, 52 ഇങ്ങനെ വർഷങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് 57-ലെ തെരഞ്ഞെടുപ്പ് വരുന്നത്. അപ്പോൾ റിപ്പോർട്ട് പുറത്തു വരുന്നില്ല. റിപ്പോർട്ട് പുറത്തു വരാതിരുന്നപ്പോൾ നമ്മളെല്ലാം ധരിച്ചിരുന്നത്, ഞാനുമൊക്കെ പഠിച്ച് വായിച്ചിരുന്നത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയ ആവേശമുണ്ടായി, ലോകത്തിലാദ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നു എന്നാണ് നമ്മളെല്ലാവരും ചരിത്രം പഠിച്ചത്. പക്ഷേ അങ്ങനെ ആയിരുന്നില്ല എന്നാണ് ഇപ്പം ചരിത്രത്തിൽ കിടക്കുന്ന രേഖകൾ. 57-ൽ MM ഗോവിന്ദൻ നായരായിരുന്നു പാർട്ടിയുടെ സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറി. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ EMS മുഖ്യമന്ത്രിയായി വരുന്നു. അന്ന് വിമോചന സമരം വരുന്ന സമയമാണ്. അന്ന് ക്രിസ്ത്യാനികളെ വിരട്ടി. എന്ത് വിരട്ടി? ഈ രേഖ ഞങ്ങൾ പുറത്ത് വിടും. കാരണം കരിമ്പിനാൽ കുടുംബവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ആളുകൾ ഞാൻ കുറേ വീട്ടുകാരുടെ പേര് പറഞ്ഞല്ലോ. ആ കുടുംബക്കാർ നായാട്ടിന് പോയപ്പോൾ നായാട്ടിന് ഉണ്ടായിരുന്ന അവരുടെ പരിചാരകർ പോയി കത്തിച്ചതാണെന്നും, ആ നായാട്ട് പോയ സംഘത്തിൽ ജോൺ വർഗീസ് എന്ന് പറഞ്ഞ TM വർഗീസിൻ്റെ മകൻ ഉണ്ടായിരുന്നു. അവിടെയാണ് കഥ മാറുന്നത്. കഥയിൽ അടുത്ത വില്ലൻ വരുന്ന അവിടെയാണ്. ഈ TM വർഗീസിൻ്റെ പേരുള്ളത് കൊണ്ട് FIR-ൽ TM വർഗീസിൻ്റെ പേരിട്ടു എന്നതുകൊണ്ട് എന്ത് ചെയ്തില്ല? പരവൂർ നാരായണപിള്ള തൊട്ടില്ല. കോൺഗ്രസിൻ്റെ TM വർഗീസിൻ്റെ മകനല്ലേ.
TM വർഗീസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ കരുണാകരൻ ലീഡറിൻ്റെ വീട് പോലെ ആയിരുന്നു. ആര് ചെന്നാലും ഭക്ഷണം മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു വലിയ ഫാമിലി ആയിരുന്നു അവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ തൊട്ടില്ല. പിന്നെ C. കേശവൻ മുഖ്യമന്ത്രിയായി ഈ നാരായണപിള്ളയ്ക്ക് ശേഷം. C. കേശവൻ യുക്തിവാദിയാണ്. അദ്ദേഹം പറഞ്ഞു ഒരു ക്ഷേത്രം നശിച്ചാൽ അത്ര ഇവിടെ അന്ധവിശ്വാസം കുറയും, ഇത് അന്വേഷിക്കേണ്ട കാര്യമില്ല എന്ന് പറയും. ഇങ്ങനെ കടന്ന് പോയാണ് 57 എത്തിയത്. അപ്പോൾ EMSഉം M. ഗോവിന്ദൻ നായരും കൂടി എല്ലായിടത്തും പറഞ്ഞു ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ എന്ത് ചെയ്യും, ഈ റിപ്പോർട്ട് പുറത്തുവിടും. അപ്പോൾ പക്ഷേ ക്രിസ്ത്യാനികളോട് പറഞ്ഞു ഞങ്ങൾ ഈ റിപ്പോർട്ട് പുറത്തുവിടും, നിങ്ങൾ വിമോചന സമരത്തിൽ നിന്ന് പുറകോട്ട് പോകണം, അല്ലെങ്കിൽ എല്ലാവരും അകത്താവുമെന്ന് പറഞ്ഞു. അപ്പോൾ ക്രിസ്ത്യാനികൾ പറഞ്ഞു നിങ്ങൾ പുറത്ത് വിട്ടോ, ഞങ്ങൾക്കിത് പ്രശ്നമില്ല, ഞങ്ങൾക്ക് പ്രശ്നം എന്താണ്, അയ്യപ്പനെ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അത് പുറത്തറിയട്ടെ എന്ന് ക്രിസ്ത്യാനികൾ നിലപാടെടുത്തു. പെട്ടല്ലോ, EMS പെട്ടല്ലോ, അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. അപ്പോൾ EMS ഇന്നും ഞാൻ പല ക്രിസ്ത്യാനികളോട് സംസാരിച്ചിട്ടുണ്ട് കോട്ടയത്തിൽ. അവർ പറഞ്ഞത് എന്താണ്, ഇത് പുറത്ത് വരട്ടെ, ശബരിമല കത്തിച്ചായിരുന്നല്ലോ പുറത്ത് വരട്ടെ, അല്ലാതെ ക്രിസ്ത്യാനികൾ കത്തിച്ചു എന്ന് അങ്ങനെ ഒരു കമ്പനി എടുക്കാം. 4-5 കുടുംബക്കാർ നാലയാട്ടിന് പോയി അവർക്കുണ്ടായ ഒരു കുസൃതിയിൽ തോന്നിയൊരു കാര്യമല്ല, അവർക്ക് തോന്നിയൊരു തോന്നിയവാസത്തിന് എന്തിനാ ഒരു സമുദായത്തെ മൊത്തം നമ്മൾ പറയുന്നത്, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എന്ത് സംഭവിച്ചു, ഈ കോടാലി ജോസഫിന് വേറൊരു കഥയും കൂടെ ഉണ്ട്. ഈ കോടാലി ജോസഫ് അദ്ദേഹത്തിൻ്റെ കോടാലി കൊണ്ട് വെട്ടിയെന്ന് പറയുന്ന സംഭവം നടന്നതിന് ശേഷം പിറ്റേന്ന് തൊട്ട് അയാളെ കാണാനുമില്ല, അബ്സ്കോണ്ടിങ് ആണ്, ഇതൊക്കെ രേഖയെ കിടക്കുകയാണ്. അദ്ദേഹം പോണ്ടിച്ചേരി പോയെന്നാണ് പറയുന്നത്, പിന്നെ മരിച്ചു പോയെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ജോൺ വർഗീസ് എന്ന് പറയുന്ന ആളിനെ ശശിഭൂഷൺ സാർ പോയി ഇൻ്റർവ്യൂ ചെയ്തു വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ, കോട്ടയത്ത് പോയി ഒരു സാഹചര്യത്തിൽ ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റി. അപ്പോൾ അദ്ദേഹം പറയുന്നു ഞാനത് ചെയ്തിട്ടില്ല. അദ്ദേഹം പറഞ്ഞു കാട്ടിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്നൊക്കെ വന്ന വേറെ കൊള്ളക്കാർ കത്തിച്ചതാണെന്ന് പറഞ്ഞു. പിന്നെ അല്ലെങ്കിൽ ഈ പരിചാരകർ പോയി കത്തിച്ച്, ഞാൻ എന്തായാലും അതിനകത്തില്ല. പക്ഷേ എന്തായാലും FIRൽ പേരുള്ളത് കൊണ്ട് റിപ്പോർട്ട് എന്ത് ചെയ്തില്ല, പുറത്ത് വന്നില്ല. 57 ഈ വലിയ ബഹളം വന്നപ്പോൾ മന്നത്ത് പപ്പനാവനെ, അപ്പം ക്രിസ്ത്യാനികൾ വിട്ടല്ലോ, EMSനെയൊക്കെ വിട്ടല്ലോ, വിമോചന സമരമായിട്ട് മുമ്പോട്ട് പോയപ്പോൾ പോകുമെന്ന് പറഞ്ഞപ്പോൾ മന്നത്ത് പപ്പനാവനെ പിടിച്ചിട്ട് പറഞ്ഞു, അത് NSSനെ പിടിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ റിപ്പോർട്ട് മേശപ്പുറത്ത് വയ്ക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കോപ്പി എവിടെ വെച്ചു, കേരള അസംബ്ലിയിൽ വെച്ചു. ആർക്കും എന്ത് കൊടുത്തില്ല, കോപ്പി കൊടുത്തില്ല. കോപ്പി കൊടുക്കാതെ വെച്ചു. ഇത് ദേശബന്ധു എന്ന് പറയുന്ന മലയാള മനോരമ, കേരളഭൂഷണം, പൗരധ്വനി, ദേശബന്ധു 4 പത്രം കോട്ടയത്ത് നിന്ന് ഇറങ്ങും. ദേശബന്ധുവിൽ ഇതിൻ്റെ റിപ്പോർട്ട് എന്ത് ചെയ്ത് വന്നു, അടിച്ചു വരികയും ചെയ്തു, ഒറിജിനൽ. പക്ഷേ അത് ശരിയല്ല എന്ന് മനോരമയും മറ്റുള്ളവരും കേരളഭൂഷണം, പൗരധ്വനിയൊക്കെ അവർ തമ്മിൽ മത്സരിച്ചു. പക്ഷേ മത്സരിച്ചപ്പോൾ യഥാർത്ഥ റിപ്പോർട്ട് എന്ത് ചെയ്തില്ല, പുറത്ത് വിട്ടില്ല. കേശവമേനോൻ്റെ റിപ്പോർട്ട് പുറത്ത് വിട്ടില്ല. എന്നിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. 87 ആയപ്പോൾ വീണ്ടും അസംബ്ലിയിൽ വീണ്ടും ബഹളമൊക്കെ വന്ന് 87 ഈ റിപ്പോർട്ട് വച്ചു. ഇതിനിടയിൽ എന്ത് സംഭവിച്ചു, ഹിന്ദു മതക്കാർക്ക് എന്ത് സംഭവിച്ചു, വലിയ ക്ഷീണമുണ്ടായി കേരളത്തിൽ. ക്രിസ്ത്യ പാർട്ടികൾ വന്നു, കേരള കോൺഗ്രസ് പോലുള്ള പാർട്ടികൾ വന്നു, മുസ്ലിം ലീഗ് വലിയ പാർട്ടികൾ, അപ്പോൾ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളൊക്കെ വന്നു കഴിഞ്ഞു. ഹിന്ദുക്കളുടെ ഈ പിന്നെ ആരാ ഇതൊക്കെ തിരക്കി നടക്കുന്നത്. അങ്ങനെ 87 വന്നതോടുകൂടി ആ റിപ്പോർട്ട് എന്ത് ചെയ്തു, ഒരു ശവപ്പറമ്പിൽ വെച്ച റിപ്പോർട്ടായിട്ട് കിടക്കുന്നു. എൻ്റെ ഒരു അന്വേഷണവും എൻ്റെ ചിന്തയും ആ റിപ്പോർട്ട് അംഗീകരിച്ചോ, കേരള സർക്കാരോ കോടതിയോ ഗവൺമെൻറ്റോ ആരെങ്കിലും ഇത് അംഗീകരിച്ചോ, തള്ളിക്കളഞ്ഞോ, ഇതറിയണമല്ലോ. അതാണല്ലോ ഒരു കൗതുകം. 2000 വർഷമായാലും 3000 വർഷമായാലും ഒരു അമ്പലം കത്തിച്ചതിൻ്റെ റിപ്പോർട്ട് എവിടെ? സാധാരണ അമ്പലമല്ലല്ലോ. അപ്പോൾ കത്തിക്കുന്നതിന് 2 കാരണങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ഈ മതപരിവർത്തനത്തിൻ്റെ കഥകളുമായി ബന്ധപ്പെടുത്തിയപ്പോൾ ആരൊക്കെയോ ഇവരെ കുത്തിത്തിരിപ്പിച്ച് ഇളക്കി വിട്ട് അതുകൂടെ കത്തിച്ചേക്കാൻ പറഞ്ഞു. കാരണം അവിടെ ക്രിസ്ത്യാനികൾ പോകുന്നു, ഹിന്ദുക്കൾ പോകുന്നു, മുസ്ലിങ്ങൾ പോകുന്നു, വാവര കഥ കേൾക്കുന്നു, ഒരുപാട് കഥ കേൾക്കുകയല്ലേ. അപ്പോൾ ആ ക്ഷേത്രം തകർത്തേക്കാൻ പറഞ്ഞു. 2, അവിടെ പ്ലാന്റേഷൻകാരുണ്ട് അവിടെ ശബരിമലയിൽ, അവർക്ക് ചില താല്പര്യങ്ങളുണ്ട് ഇതിനകത്ത്. ഇതിനകത്ത് എന്തുണ്ട്, ഈ ഒരു പൈലി, ഫോറസ്റ്റ് ഓഫീസർ, എസ്റ്റേറ്റ് റൈറ്റർ, ഔസേപ്പ്, ഇവരൊക്കെ ഇതിനകത്ത് ബന്ധപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ബന്ധപ്പെടുത്തി എന്ത് സംഭവിച്ചു, ഇതിനെ കത്തിച്ച് കളയുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ കത്തിച്ചു. ഇത് കത്തിച്ച സമയത്ത് അതിനുശേഷമാണ് ഈശ്വരൻ പോറ്റി എന്ന് പറയുന്നത് മാവേലിക്കരയുള്ള വലിയ ഇല്ലത്തിലെ പോറ്റി അവിടെ എന്താവുന്നത്, മേൽശാന്തി ആവുന്നത്. പോറ്റി മേൽശാന്തി ആവുന്നത് ദേവസ്വം ബോർഡുകാർ. അപ്പോൾ ദേവസ്വം ബോർഡ് എടുത്തു. ദേവസ്വം ബോർഡ് വന്ന കഥ തന്നെ വേറെ കഥയാണ്. അനിൽ നമ്പ്യാർജി നമ്മൾ പറഞ്ഞ പ്രാന്ത് വരും. മൺട്രോ സാഹിബ് എന്ന് പറയുന്ന അദ്ദേഹത്തിന് കരം ഒരുപാട് കിട്ടാത്തത് കൊണ്ട് ക്ഷേത്രങ്ങൾ പിടിച്ചെടുത്ത് കരം ഒപ്പിക്കാൻ ശ്രമിച്ചു. അങ്ങനെയാണ് ദേവസ്വം ബോർഡിന് മുമ്പേ ട്രാവൻകൂർ ദേവസ്വം ഡിപ്പാർട്ട്മെൻറ്റ് വന്നത് രാജ്ഞിയുടെ കാലത്ത്. അപ്പോൾ പക്ഷേ ഒരു പ്രശ്നം പറ്റിയെന്ന് പറഞ്ഞാൽ ഇന്ന് ടിപ്പു സുൽത്താൻ്റെ ഒരു ആക്രമണം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. തിരുക്കൊച്ചി എത്തി ഇങ്ങനെ തിരുവിതാംകൂറിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ പേടിച്ച പന്തളത്ത് ദേശവഴിക്കാർ, അവർ കൊട്ടാരമല്ല, ദേശവഴിക്കാർ 44 ക്ഷേത്രങ്ങൾ ആർക്ക് കൊടുത്തു, നോക്കി നടത്താൻ ആർക്ക് കൊടുത്തു, തിരുവിതാംകൂർക്കാർക്ക് കൊടുത്തു. അതും കൂടെയാണ് ദേവസ്വം ഡിപ്പാർട്ട്മെൻറ്റിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. പക്ഷേ വേറൊരു രേഖ എൻ്റെ കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് കിടക്കുന്നത് പിന്നെ അമ്പലത്തിലെ ഈ 44 അമ്പലം പിന്നെ ലിസ്റ്റ് ചെയ്യപ്പെടാത്ത
അമ്പലങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ലിസ്റ്റ് എഴുതിയിട്ടില്ലെന്നല്ല, ഓക്കെ ഇവർക്ക് എന്താണ് അധികാരമില്ലാത്ത അമ്പലങ്ങളാണ്. ആർക്ക്? ദേവസ്വം ബോർഡിന് അധികാരമില്ലാതെ താൽക്കാലികമായി ഏൽപ്പിച്ചിരുന്ന അമ്പലങ്ങൾ, അതിൽപ്പെടുന്ന അമ്പലമാണ് ശബരിമല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് പറഞ്ഞു വന്നാൽ ആർക്ക് കൊടുക്കേണ്ടി വരും? പന്തളം കൊട്ടാരത്തിന് കൊടുക്കേണ്ടി വരും. അത് വേറെ കഥ, അതും വേറെ എപ്പിസോഡിനുള്ളൊരു കഥയുണ്ട്. അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ. എന്തായാലും എന്നിട്ട് ഇവർക്ക് നടത്താൻ പറ്റിയില്ല. തിരുവിതാംകൂറുകാരിൽ വന്ന് പൈസയൊന്നുമില്ലായിരുന്നു. അങ്ങനെ റാന്നി ദേശത്തുള്ള റാന്നി നാൾ വഴിക്കാരെ ദേശവഴിക്കാരെ കൊണ്ടാണ് നടത്തിച്ചിരുന്നത് ഈ അമ്പലത്തിൻ്റെ ശബരിമലയുടെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ശബരിമലയിൽ ഈ പ്ലാന്റേഷൻ്റെ വിഷയങ്ങളുള്ളത് കൊണ്ടും അതുമായി ബന്ധപ്പെട്ട ക്ഷേത്രത്തെ നശിപ്പിക്കണമെന്നും ഞാൻ ഈ പറഞ്ഞ മതപരമായ തർക്കവും വഴക്കവും ഒക്കെ ഉള്ളത് കൊണ്ടും അവിടെ കത്തിപ്പ് നടന്നു എന്നുള്ളതാണ് വിഷയം. പിന്നെ ഒരു കോടാലി ജോസഫിന് മാത്രം ഇത് ചെയ്യാൻ പറ്റുന്നതല്ല എന്നുള്ളതാണ്. ഈ കേശവമേനോന്റെ പുസ്തകത്തില് അദ്ദേഹം ഇതേക്കുറിച്ച് വല്ലതും പറയുന്നുണ്ട്, വിശദമായി പറയുന്നുണ്ട്, വളരെ വിശദമായി പറയുന്നുണ്ട്. അതിലെന്താണ് അദ്ദേഹത്തിന്റെ അദ്ദേഹം ഈ ജോൺ വർഗീസിന്റെ പേരെന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. അദ്ദേഹത്തിനും ഭയമായിപ്പോയി. കാരണം അന്ന് പറയേണ്ടത് മുഖ്യമന്ത്രിയുടെ മകനല്ലേ, ചെറിയ ആളല്ലല്ലോ. പക്ഷേ ജോൺ വർഗീസ് പറയുന്നതെന്ന് വെച്ചാൽ, ജോൺ വർഗീസിന്റെ വെർഷൻ എന്ന് വെച്ചാൽ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്നെ എന്ത് ചെയ്തതാണ്, കുടുക്കിയതാണ്. ഞാൻ അതിനകത്തില്ല, പക്ഷെ ഞാൻ നായാട്ട് സംഘത്തിൽ പോകുമായിരുന്നു. അന്ന് ഞാൻ പോയിട്ടില്ല, പക്ഷെ എൻ്റെ പേര് കൂടി പറഞ്ഞ എന്തിനാന്ന് വെച്ചാൽ മൊത്തം രക്ഷപ്പെടാനാണ്. ചിലപ്പോൾ ശരിയായിരിക്കും. നമ്മളൊരാളിനെ ബ്ലെയിം ചെയ്യണ്ട, ചെയ്യാത്തൊരാളിനെ ബ്ലെയിം ചെയ്യണ്ട. ഇതാണ് ഇതിൻ്റെ ഒരു കഥ. നമുക്ക് വേണ്ട ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് നമ്മളുടെ ഡിമാൻഡ്. എൻ്റെ എന്ന് പറയുന്നില്ല, നമ്മുടെ ഒരു ഡിമാൻഡ് വളരെ സിമ്പിളാണ്. ഇത് CBI അന്വേഷിക്കണം, അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര ഏജൻസി അന്വേഷിക്കണം. അന്വേഷിച്ച് ഈ റിപ്പോർട്ടുകളെല്ലാം എടുക്കണം. ഏത് റിപ്പോർട്ട്? മിന്നൽ പരമശിവൻ കണ്ടുപിടിച്ച എഴുതിയ പുസ്തകങ്ങൾ എല്ലാം മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണല്ലോ പലതും. കേശവമേനോൻ്റെ പുസ്തകങ്ങൾ കിട്ടുന്നുണ്ട്. പിന്നെ ശശിഭൂഷൺ സാറിനെ പോലുള്ള ചരിത്രകാരന്മാരുടെ ജീവിച്ചിരിപ്പുണ്ട്. ഇത് വളരെ കൃത്യമായൊരു അന്വേഷണം നടത്തി ഇതിലൊരു കൺക്ലൂഷനിലെത്തണം. സമൂഹം ഒരു കൺക്ലൂഷനിലെത്തണം. ശരി, ഇത് കത്തിച്ചതാണ്, അല്ലെങ്കിൽ കത്തിച്ചതല്ല, കത്തിച്ചതാണെങ്കിൽ ആര്? ഇതാണ് ഇതിൻ്റെ ഒരു അന്വേഷണ വഴി. ഇവിടെ തീരുന്നില്ല. ഇതും പല ആളുകളും ചാനലുകൾ കാണുന്നുണ്ട്, യൂട്യൂബ് ചാനലും കണ്ടിട്ടുണ്ട്. ശശിഭൂഷൺ സാറിൻ്റെ വീഡിയോയും കണ്ടവരുണ്ട്. വിവരങ്ങൾ അയക്കുക, നമുക്ക് കൂട്ടായി അന്വേഷിക്കാം. ഇതാണ് അതിനെ സംബന്ധിച്ച് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.